ഇപ്പോൾ സർക്കാർ തന്നെ നോക്കൂ, പുനർജനി കേസിൽ അദ്ദേഹത്തിനെതിരെ വീണ്ടും ആ കേസ് എടുത്തുകൊണ്ട് വരികയാണ്. പക്ഷേ അദ്ദേഹത്തെ കേസിൽ ഫ്രെയിം ചെയ്യാനും ആ ഷാഡോയിൽ നിർത്താനും ശ്രമിക്കുന്നു. എന്നുവെച്ചാൽ CPM തന്നെയും കാണുന്നത് VD സതീശനാണ് നമ്മൾ എന്താ തടയേണ്ട ഒരു ശക്തി എന്ന് കാണുന്നത്. അത് CPM-ന്റെ ഒരു സ്ഥിര ശൈലിയാണ്. കഴിഞ്ഞ ഞാൻ പ്രതിപക്ഷം വരുന്നപ്പോൾ ഇതുപോലൊരു കേസ് ഞാൻ അറിഞ്ഞിട്ട് പോലുമുള്ള കേസല്ല, ടൈറ്റാനിയം കേസ് എന്ന് പറഞ്ഞു. ഞാനൊന്നും മന്ത്രിയല്ല, ഒന്നുമല്ല. അപ്പോൾ അത് CBIക്ക് വിട്ടായിരുന്നു. തെരഞ്ഞെടുപ്പിന് അടുത്ത ഇതവർ സ്ഥിരം ചെയ്യുന്നതാണ്. മാത്രമല്ല എൻ്റെ പേരിൽ 9-ഓ 10-ഓ വിജിലൻസ് അന്വേഷണം ഉണ്ടായിരുന്നു. ഞാൻ നിയമസഭയിൽ തന്നെ പറഞ്ഞു, ധൈര്യമുണ്ടോ മുഖ്യമന്ത്രിക്ക് എൻ്റെ പേരിലുള്ള ഈ അന്വേഷണത്തിൽ ഏതെങ്കിലും ഒന്നിൽ FIR ഇടാൻ? ഇതുവരെ ഇട്ടിട്ടില്ല. കേസ് അവിടെ പോയി. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് സർക്കാരിനെതിരെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടുന്ന, പോരാടുന്ന നേതാക്കന്മാർക്കെതിരെ കേസെടുക്കുന്ന ഇവരുടെ ഒരു സ്ഥിരം ശൈലിയാണ്. അതിൻ്റെ ഭാഗമാണ് ഈ പുനർജനി കേസ്. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ കേസ് വെറും ഒരു ഓലപ്പമ്പാണ്. അടുത്ത മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുള്ള ആളെ ഷെയ്ഡിലാക്കുക, നിഴലിലാക്കുക എന്നാണോ CPM-ന്റെ ഉദ്ദേശം? അത് എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും എതിരായിട്ട് ഇതുപോലെ ചെയ്യും, സ്ഥിരമായി ചെയ്യും. എൻ്റെ പേരിലെടുത്ത CBI കേസ് എവിടെയാണെന്ന് എനിക്ക് തന്നെ അറിയുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇതൊക്കെ ഓലപ്പടക്കമാണ്. ഇതൊന്നും പൊട്ടാൻ പോകുന്നില്ല. ഒരു കാര്യം കൂടി, ഇപ്പം VD സതീശൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമെന്ന് ചോദ്യത്തിന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെന്ന് തുറന്നു പറയുകയും എന്നാൽ മാറി നിൽക്കേണ്ടി വന്നാൽ ഒരു മടിയുമില്ലാതെ ഞാൻ മാറി നിൽക്കുകയും ചെയ്യും, ആ ത്യാഗത്തിന് തയ്യാർ. തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് മുമ്പ് അദ്ദേഹം പറയുന്നത് ജയിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് പാർട്ടിക്ക് മുഴുവൻ, തോറ്റാൽ ഞാൻ ഒറ്റയ്ക്കെടുക്കാമെന്നാണ്. ഈ മാറി നിൽക്കാമെന്ന് പറയുന്ന ത്യാഗ മനോഭാവം താങ്കൾ പ്രകടിപ്പിക്കുന്നുവോ? അത് ഞങ്ങൾ എല്ലാവരും പ്രകടിപ്പിക്കുകയല്ലേ. ഞങ്ങളുടെ പാർട്ടി ഏത് തീരുമാനിച്ചാലും ഞങ്ങൾ ശിരസാ വഹിക്കും, തർക്കമില്ല. കോൺഗ്രസ് ഒരു വലിയ പാർട്ടിയല്ലേ. ഈ പാർട്ടിക്കകത്ത് പാർട്ടി നേതൃത്വം എടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാവരും എടുക്കും. എന്നെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തോട് മാറ്റി ഒരു കരിയിലാണെങ്കിൽ ഇവിടെ ഞാൻ പ്രതിഷേധിച്ചോ? ഞാൻ പാർട്ടിയോടൊപ്പം നിൽക്കുകയല്ലേ. 5 വർഷം എനിക്കൊരു പോസ്റ്റുമില്ല. ഞാൻ ജനങ്ങളുടെ മുമ്പ് ഇടയിൽ ഞാൻ പ്രവർത്തിക്കുകയല്ലേ. അതാണ് കോൺഗ്രസ്. അതാണ് കോൺഗ്രസ്സുകാരൻ ചെയ്യേണ്ടത്. അത് ഞങ്ങളെല്ലാവരും ചെയ്യും. കോൺഗ്രസിനകത്ത് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഗ്രൂപ്പുകളുടെ MLA-മാർ, ആ ബ്ലോക്കുകൾ തുടങ്ങിയ സംഗതികൾ സമ്പൂർണ്ണമായും ഇല്ലാതായോ? ഇപ്പം ഗ്രൂപ്പില്ല. കോൺഗ്രസ് ഒരു ഗ്രൂപ്പും ഇല്ല. ആ നിലയ്ക്കുള്ള ഒരു ലോബിയിങ് നടക്കുന്നില്ല. പൂർണ്ണമായും ഹൈക്കമാൻഡാണ് മെറിറ്റ് അടിസ്ഥാനത്തിൽ തീരുമാനിക്കുക. കേരളത്തിലെ പാർട്ടി നേതൃത്വമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഹൈക്കമാൻഡിൻ്റെ പിന്തുണയോടുകൂടി. അത് എല്ലാവരും അങ്ങനെയാണല്ലോ ചെയ്യാറുള്ളത്. എല്ലാ സ്റ്റേറ്റിലും അങ്ങനെയാണല്ലോ. ശരി. അപ്പോൾ അതായത് ഇനി വരാൻ പോകുന്ന കാര്യത്തിൽ ആരായിരിക്കും ഒരു രമേശ് ചെന്നിത്തലയെ മുന്നിൽ കിട്ടുമ്പോൾ ഞാൻ പ്രധാനമായും ചോദിക്കുന്ന ആഗ്രഹം മുഖ്യമന്ത്രി പദത്തെക്കുറിച്ചാണ്. അതിലൊരു നിലയ്ക്കുള്ള ഒരു തുറന്നു പറച്ചിൽ താങ്കൾ സന്നദ്ധമല്ല, പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നാണ്. എന്നോട് വലിയ സ്നേഹമുണ്ടെന്ന് തോന്നിയതിൽ സന്തോഷമുണ്ട്. കാരണം ഞങ്ങളൊരു ഡിസേർവിംഗ് മാൻ ആണെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത്. എല്ലാവരും ചോദ്യം ചോദിക്കുകയും ചെയ്യും. അതൊക്കെ പാർട്ടി തീരുമാനിക്കട്ടെ. ഓൾറെഡി നിങ്ങളോട് അതുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻസ് പാർട്ടി നടത്തിയിട്ടുണ്ടോ? ഏതാ ഈ CM? ഇല്ല, അതെല്ലാം ഞാൻ പറഞ്ഞല്ലോ. അതെല്ലാം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിജയിച്ച് കഴിഞ്ഞിട്ട് പാർട്ടി ഹൈക്കമാൻഡ് കൂടിയാലോചന നടത്തി തീരുമാനിക്കുമെന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പ്രസിഡന്റും പറഞ്ഞ കാര്യമാണ്.